Hello friends, ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സൈൻ വേവ് ഇൻവെർട്ടർ ഉണ്ടല്ലോ 200 വാട്ട് അതിന്റെ കണക്ഷൻ ഡയഗ്രാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മറ്റേ സാധാരണ 1 കിലോ വാട്ടിനേക്കാൾ ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ അകത്തൊന്ന് ഹീറ്റ് സിങ്ക് ചെറുതാണ്, വളരെ ചെറുതാണ്. അപ്പോൾ അത് സ്ക്വയർ വേവ് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ പോലെ നേരെ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് മൈനസ് വയർ, ഓക്കെ, ഇത് മൈനസ് വയർ, ഇത് പ്ലസ് വയർ, ഇത് ട്രാൻസ്ഫോമറിൻ്റെ 8.5 അതായത് 12 വോൾട്ടിൻ്റെ വൈൻഡിങ്, ഓക്കെ, ഏകദേശം 8.5 വോൾട്ടാണ് വരിക. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് ഈ സി ടിയുടെ അടുത്തുള്ളത് ന്യൂട്രൽ വയർ, ഈ റിലേൻ്റെ താഴെ വരുന്നത് ഇൻപുട്ട് വയർ, റിലേൻ്റെ ഇത് ഇൻപുട്ട് വയറാണ്, ഇത് ഔട്ട്പുട്ട് വയർ. നമ്മളിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഇതാണ് വൈൻഡിങ് വരുന്നത്. ഇത് 8.5 വോൾട്ടേജ്, ഇത് 230 വോൾട്ടേജ്. ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് പിന്നെ 8.5ൻ്റേത് ഈ രണ്ട് ഇതിലേക്കാണ് കണക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ള ഒരു വയർ ന്യൂട്രലും ഒരു വയർ ഔട്ട്പുട്ടുമാണ്. അപ്പോൾ ഈ ന്യൂട്രൽ ഔട്ട്പുട്ട് വയർ നമ്മളിപ്പം ഇവിടെയാണല്ലോ ഔട്ട്പുട്ട് പറഞ്ഞത്, നമ്മൾ ഇവിടെ തന്നെയാണ് ഇത് ചെയ്യുന്നത്, മെയിൻസ് ഔട്ടും വരുന്നത്. അപ്പം ഈ വയറും ഔട്ട്പുട്ട് വയറും നമ്മളിപ്പം ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ 270 എന്നുള്ള വോൾട്ടേജും അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഈ ഇവിടത്തേക്ക് പിൻ ചെയ്യും. പിന്നെ ഇത് ഇൻപുട്ടാണ്. ഇത് നമ്മളിപ്പം സാധാരണ KCB ഇൻപുട്ട് നേരെ കണക്ടറിൽ നിന്ന് ഇവിടത്തേക്ക് ഡയറക്റ്റ് വരും. ഈ ന്യൂട്രൽ വയർ, ഇത് ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ വയർ. ഈ ന്യൂട്രൽ വയർ എന്ത് ചെയ്യണം, നമ്മളിപ്പം സി ടിൻ്റെ കറണ്ട് സെൻസ് ചെയ്യുന്ന ഈ സി ടി ആണ്. അപ്പോൾ ഇതിൽ കൂടി തന്നെ വന്നതിന് ശേഷം ഈ സി ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ എടുത്തിട്ട് വേണം ഇവിടത്തേക്ക് കൊടുക്കാൻ, ഓക്കെ. ഇവിടത്തേക്ക് ഇതാണ് കോമൺ ന്യൂട്രൽ, ഓക്കെ. അത്രയാണ് കണക്ഷൻസ് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് UPS സെലക്ഷൻ, ഇൻവെർട്ടർ UPS സെലക്ഷൻ, പിന്നെ സെൻട്രൽ ഇത് ഇൻവെർട്ടർ ഓൺ ഓഫ്, പിന്നെ ഇത് സെറ്റിങ്ങിൻ്റെ, ഇത് ഫാൻ്റെ കണക്ഷൻ. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടുള്ള കണക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനിപ്പം നമ്മൾ ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ എല്ലാ ഇൻവെർട്ടർ അസംബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, സിങ്ക് ഫോൾട്ട് വരും. അപ്പോൾ സിങ്ക് ഫോൾട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ കണക്ഷൻസ്, ഈ രണ്ട് കണക്ഷൻ നമ്മളിവിടെ കൊടുത്തതിൻ്റെ അത് തിരിച്ച് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ ആ സിങ്ക് ഫോൾട്ട് പോകും. അല്ലെങ്കിൽ നമ്മുടെ ഈ വയർ ഉണ്ടാവുമല്ലോ, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ 2 ലീഡ്, അത് നേരെ നമ്മളിപ്പം ന്യൂട്രലും ഔട്ട്പുട്ടും തിരിച്ചു കൊടുത്താൽ അത് ഒഴിവാക്കി കിട്ടും. ഇത്രയേ ഉള്ളൂ കണക്ഷൻസിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് വയറിങ് ചെയ്തതിന് ശേഷമുള്ള വർക്കിംഗ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം ട്രാൻസ്ഫോമറിൻ്റെ ഇത് ബാറ്ററിയിലേക്ക് കൊടുത്തു, പ്ലസ് മൈനസ്, ഇത് രണ്ട് ബാറ്ററിയിലേക്ക് കൊടുത്തു. പിന്നെ ഈ 2 വയർ നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തു. ഇത് ന്യൂട്രൽ വയറാണ്. ഈ ന്യൂട്രൽ വയർ ഇത് ഈ സി ടി വഴി നമ്മൾ ഈ ന്യൂട്രലിലേക്ക് തന്നെ കൊടുത്തു. ഈ ന്യൂട്രലിൻ്റെ അകത്ത് കണക്ടർ പുറത്തേക്ക് വന്നു. ഇത് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ലീഡ് ഇവിടെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നു, ഔട്ട്പുട്ടിലേക്ക് വന്നു. കണക്ഷൻസൊക്കെ ഇത്രേ ഉള്ളൂ. ഫാൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇൻവെർട്ടർ ഓൺ ചെയ്ത് നോക്കാം. ഈ ഡൗൺ ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെർട്ടർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കീബോർഡിൻ്റെ അകത്തുള്ള ഈ ഡൗൺ ബട്ട് ഓൺ ഓഫ് ആയിട്ട് വരയ്ക്കും, ഓക്കെ. ഇതിപ്പോൾ ഇൻവെർട്ടർ ഓണായി. ഇത് ഞാൻ 200 വാട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഓക്കെ. 200 വാട്ട് മാത്രമാണ് കട്ട് ചെയ്ത്. ഇപ്പോൾ 100ൻ്റെ ബൾബാണ് കത്തിക്കുന്നത്. അപ്പോൾ 51% ഉണ്ട്. അപ്പം 100 ഞാൻ ഒഴിവാക്കി 200 വാട്ട് ഇട്ടു. 200 വാട്ട് ഇട്ടതിന് ശേഷം ഏകദേശം ബാറ്ററി വോൾട്ടേജ് 11.4, ഗ്രിഡ് വോൾട്ട് 0, ലോഡ് ലെവൽ 87. ഇത് 300 വാട്ടിൻ്റെയാണ് സാധനം. ഞാനിപ്പോൾ 200 വാട്ടില്ലാത്ത ഏകദേശം 250 100% ആകുന്ന വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ലോഡ് കൊടുത്ത് വിചാരിച്ചോ, ലോഡ് എടുത്ത് ഓവർലോഡ് വന്നു 103%, ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറക്കും, ഡൗൺ ആക്കിയിട്ട് വർക്ക് ചെയ്യും. അതനുസരിച്ച് ഇപ്പം നമ്മളിപ്പം ഓവർലോഡ് ഒഴിവാക്കിയതിന് ശേഷം നമ്മളിപ്പം ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഷോർട്ട് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യുന്നതാണേ, ഓക്കെ. ഓവർലോഡ് ഓഫായി, ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ മെയിൻസ് കൊടുത്തു.
അപ്പോൾ മെയിൻസ് കൊടുക്കുന്നുണ്ട്. ഗ്രിഡ് വോൾട്ടേജ് 240, ഇൻവെർട്ടർ വോൾട്ടേജ് 220. ഇത് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന ടൈമാണ്, ഇൻവെർട്ടർ സ്റ്റാൻഡ് ബൈ. ഓക്കെ, ഇതിപ്പോൾ ചേഞ്ചായി. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ KCBയിലാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. ബാറ്ററി വോൾട്ടേജ് 12.7 വോൾട്ട്, മെയിൻസ് 236 വോൾട്ട്. ഗ്രിഡ് ചാർജർ ഓഫാണ്. ഗ്രിഡ് ചാർജർ ഇതിപ്പോൾ ബൂസ്റ്റ് ആൻഡ് ഫ്ലോട്ട് മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ നമ്മളിപ്പം 1 kV 2 kV അതിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെറിയ ബോർഡായതിനെ കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചാർജിങ് ആംബിയർ മാക്സിമം 5 ആംബിയർ വെക്കാൻ പാടുള്ളൂ. 8 ആംബിയറിലും വെക്കാൻ പറ്റും. 8 ആംബിയറിലാകുമ്പോൾ നല്ലോണം ഹീറ്റാവും. 5 ആംബിയർ ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ സാധാരണ ലിത്യം ബാറ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് 5 ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. ഒരു 15Hൻ്റെയും അല്ലെങ്കിൽ 20-30Hൻ്റെ എല്ലാം ആണെങ്കിൽ 5 ആംബിയർ വെച്ച് തന്നെ ഏകദേശം നല്ലോണം ചാർജ് ആവും. ഇതിൻ്റെ അത് വേറൊരു ഗുണം വെച്ചാൽ നമ്മളിപ്പോൾ മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററി ഒക്കെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതിനെല്ലാം 5 ആംബിയർ മതി. ഒരു 40H ബാറ്ററി ആണെങ്കിലും 5 ആംബിയർ മതി. ഇതിപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് എത്ര ആംബിയർ ചാർജ് ചെയ്യുന്നുണ്ട് നോക്കാം. ഇതിപ്പോൾ 2 ആംബിയറാണ് ചാർജിങ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 1.7 ആംബിയർ 1.7 ആംബിയറിലാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, UPSൻ്റെ ബാറ്ററി ഒക്കെ ശരിക്കും ചാർജ് ചെയ്യും. നല്ല ലൈഫ് ഉണ്ടാവും. എങ്ങനെയായാലും ഒരു 2-3 വർഷത്തോളം എന്തായാലും ഈ ബാറ്ററി നിൽക്കും. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഓവർ ചാർജിങ് വരില്ല. ഈ ലിത്യം മറ്റേ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിക്ക് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് ചാർജിങ്, അതേ മെത്തേഡ് തന്നെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി 7H ബാറ്ററി ആണെങ്കിൽ അവർ പറയുന്നത് 2.1 ആംബിയറാണ് മാക്സിമം. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് അതേപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ബൂസ്റ്റ് ആൻഡ് ഫ്ലോട്ട് മോഡലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് തന്നെ ഇതിപ്പം ആൾക്കാർ കൂടുതലായി കൊണ്ടുവന്ന് വെച്ചാൽ ഇത് ചെറിയ UPSകളിലെടുത്തിട്ട് കമ്പ്യൂട്ടറിലെടുത്തെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കറണ്ട് പോകുമ്പോൾ ഒന്നും കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവില്ല. പിന്നെ വേറെ എന്ന് വെച്ചാൽ ചെറിയ ഷോപ്പുകൾ, തട്ടുകട, അവർക്കെല്ലാം നല്ല ഉപയോഗമാണ്. ഇതിപ്പോൾ 300, ഇതിപ്പോൾ ഒരു വലിയൊരു വീടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, ഇത് മൊത്തം ലൈനിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ ആവശ്യം, അതായത് ഇപ്പോൾ കറണ്ട് പോകുമ്പോൾ പാർട്ടിക്ക് 5 മിനിറ്റ് വേണ്ടെങ്കിൽ 7H ബാറ്ററി കൊടുത്താൽ തന്നെ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ടൈം എടുത്തേക്ക് ഒരു 200 വാട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. 200 വാട്ടിലാകുമ്പോൾ ഏകദേശം മാക്സിമം എന്നാലും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നല്ല ആവശ്യമുള്ളെങ്കിൽ ഒരു 7H വെച്ചാൽ തന്നെ ഏകദേശം 200 വാട്ടൊക്കെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ലിത്യം ബാറ്ററി, ഒരു 15Hൻ്റെ ലിത്യം ബാറ്ററിയിലാണെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യും. 5 ആംബിയർ വെച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ ഈ തട്ടുകടകൾ പോലത്തെവർക്കെല്ലാം ഭയങ്കര സുഖമാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് എടുത്തു കൊണ്ടുപോകാനും വെയിറ്റ് കുറവായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും. ഈ ചെറിയ കേബിൻ്റെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ 15Hൻ്റെ ലിത്യം ബാറ്ററി വെക്കാൻ പറ്റും. ഓക്കെ, ലിത്യം ബാറ്ററി വെച്ചാൽ 15Hൻ്റെ ലിത്യം ബാറ്ററി തന്നെ ഏകദേശം നമുക്കൊരു 10 വാട്ടിൻ്റെ LED ബൾബ് 4 എണ്ണം ഒരു 4 മണിക്കൂറോളം വർക്ക് ചെയ്യും. 2 എണ്ണം ആണെങ്കിൽ 8 മണിക്കൂർ, ഒരു ബൾബ് മാത്രമാകുമ്പോൾ ഏകദേശം 10-16 മണിക്കൂറോളം വർക്ക് ചെയ്യിക്കാൻ പറ്റും ഒറ്റ ബൾബിലാണെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ ഒരു കടലിൽ പോകുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള ആവശ്യക്കാർക്ക്, മെയിനായിട്ട് ഈ തട്ടുകട ചെറിയ ചെറിയ ആൾക്കാർക്കെല്ലാം ഇത് നല്ല യൂസ്ഫുള്ളാണ് ഈ ബോർഡ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും കോമ്പാക്റ്റ് ആക്കാൻ പറ്റും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ 300 വാട്ടിൻ്റെ ട്രാൻസ്ഫർ വെച്ചിരിക്കുന്നത് 7Hൻ്റെ അകത്ത്. ഇപ്പോൾ 300 വാട്ട് വേണ്ട, ചിലർക്ക് ഒരു 4 ട്യൂബ് CFL മാത്രമല്ല LED മാത്രം കത്തിയാൽ മതിയെങ്കിൽ ഇതിപ്പോൾ ഒരു ചെറിയ ട്രാൻസ്ഫറാണ്. ഇതൊരു 50 വാട്ടിൻ്റെ ട്രാൻസ്ഫറാണ്. ഇത് മാക്സിമം ഒരു 50 വാട്ട്സ് ഇതിൽ കിട്ടുള്ളൂ. ഓക്കെ, ചെറിയ ആവശ്യത്തിനുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ ട്രാൻസ്ഫോമറും ഈ ബോർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ ആവശ്യത്തിനുള്ള ഇൻവെർട്ടർ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ 7H മതി. പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചാൽ ബോർഡ് ഇപ്പോൾ കുറച്ച് സൈസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പം ചെറിയ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഈ സൈസുള്ള ബോർഡൊന്നും വെക്കേണ്ടിയില്ല. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ആവശ്യം വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുക, ബോർഡ് ഡിസൈൻ ചെയ്ത് തരാം. അത് ഈ കോമൺസൊക്കെ ഒഴിവാക്കിയിട്ട് SMDയിലേക്ക് മാറ്റാൻ പറ്റും. ഈ ഹീറ്റ് സിങ്കിൻ്റെ ഒന്നും ഒരു 50 വാട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഹീറ്റ് സിങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ 2 ആംബിയർ ചാർജിങ്ങിനൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. മോസ്ഫെറ്റ് ഒന്നും ഹീറ്റൊന്നും ആകുമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് FN IC ആണ്, FN 7392 വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ റീഡിസൈൻ ചെയ്യുന്നതാണെങ്കിൽ FN ഒഴിവാക്കിയിട്ട് TLP 152 പോലത്തെ SMD വെക്കാൻ പറ്റും. അങ്ങനെ വളരെ ഇതിൻ്റെ പകുതി സൈസിലേക്ക് ബോർഡാക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും വ്യവസായ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഈ ബോർഡിൻ്റെ അകത്ത് ഫുള്ളായിട്ട് റീഡിസൈൻ ചെയ്ത് തരും. ഈ ബോർഡൊക്കെ ഏകദേശം ഒരു 3 വർഷം മുന്നേ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷേ മാർക്കറ്റിംഗ് ഒന്നും ശരിയില്ലാത്തതിനെ കൊണ്ട് ഇതുവരെ എവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, മാർക്കറ്റിംഗ് അറിയുന്ന ആൾ സഹകരിച്ചാൽ നമുക്ക് ഇതൊരു നല്ലൊരു പ്രോഡക്റ്റായിട്ട് വിൽക്കാൻ പറ്റും. ഇപ്പോൾ അധിക സാധനങ്ങളും നമ്മൾ ചൈനയിൽ നിന്നാണ് വരുന്നത്. ചൈനയിൽ നിന്നും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
എല്ലാ റോ മെറ്റീരിയൽസും ഏകദേശം കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഇവിടെയും അവിടെയുള്ള ഏകദേശം സെയിം റേറ്റ് ആയിരിക്കും. ചൈനീസ് റേറ്റ് തന്നെ നമുക്ക് നല്ല നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ ഞാൻ നാളെ ഇട്ട് തരാം. ഇതിൻ്റെ കുറച്ചും കൂടി കപ്പാസിറ്റിയിലും വേറെ കുറേ ടൈപ്പ് ഉണ്ട്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഒരു മിനിറ്റ്. ഇതും നമ്മളൊരു ചെറിയൊരു ഇൻവെർട്ടറിൻ്റെ ബോർഡാണ്. ഇതെല്ലാം ഒരു 5-6 വർഷം മുന്നേ ഇറക്കിയതാണ്. ഇത് കംപ്ലീറ്റ് ഉള്ളൊരു ബോർഡാണ്. ഇതെന്ന് വെച്ചാൽ ചെറിയ ആവശ്യത്തിന് ഇതിപ്പം പോക്കറ്റ് UPS എന്ന് പറഞ്ഞൊരു ബോർഡാണിത്. ഓക്കെ, ഇതിനെ പറ്റിയുള്ള ഞാൻ അടുത്ത ദിവസം പറഞ്ഞത്.